ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഓട്ടോ വ്ലോഗ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ മെയ് 2026 ഇന്ത്യയിൽ വിറ്റ ടോപ്പ് 10 കാറുകളുടെ ലിസ്റ്റാണ്. അപ്പൊ ആരൊക്കെയാണ് 1, 2, 3, 4 സ്ഥാനങ്ങളിലൊക്കെ നമുക്ക് കണ്ടറിയാം. ആദ്യം 10ാം സ്ഥാനത്തോട്ട് നോക്കാം. 10ാം സ്ഥാനത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വാഹനമാണ്. ക്രെറ്റയാണ് 10ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഹ്യുണ്ടായുടെ SUV, മിഡ് സൈസ് SUV 15,253 വാഹനങ്ങളായിരുന്നു മെയ് 2026 വന്നിരിക്കുന്നത്. ഹ്യുണ്ടായുടെ മറ്റു വാഹനങ്ങളൊക്കെ ഉണ്ടോ ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷം ഇതേ സമയം 14,860 വാഹനങ്ങളായിരുന്നു ഹ്യുണ്ടായി ക്രെറ്റയുടെ വന്നത്. 3% മാത്രമാണ് ഇൻക്രിമെന്റ് കഴിഞ്ഞ മാസത്തെ വന്നത്. അപ്പൊ ഹ്യുണ്ടായുടെ ക്രെറ്റ മികച്ച വാഹനം തന്നെയാണ്. നമുക്കറിയാം, വർഷങ്ങളിലും ചില മാസങ്ങളിലൊക്കെ 2, 3 സ്ഥാനങ്ങളിലൊക്കെ വന്ന വാഹനമാണ്. ഇപ്പോൾ ഇലക്ട്രിക് മോഡൽ ഇറങ്ങിയിട്ട് പോലും ഇതിന്റെ സെയില് വല്ലാണ്ട് കൂടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇനി 9ാം സ്ഥാനത്ത് സ്കോർപിയോ ആണ്. മഹേന്ദ്രയുടെ സ്കോർപിയോ ആണ്. SUV 15,774 വാഹനങ്ങളായിരുന്നു കഴിഞ്ഞ മാസം ഈ SUVയുടെ ആയിട്ട് സെയിൽ വന്നത്. അതുപോലെ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 14,401 വാഹനം, 10% ഇൻക്രിമെന്റ് വർധനവ് കഴിഞ്ഞ മാസം സെയിൽസിൽ മഹേന്ദ്രയുടെ ഈ ഒരു സ്കോർപിയോ എന്നുള്ള SUV കൈവരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 8ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്വിഫ്റ്റ് ആണ്. നമ്മൾ ആദ്യം കാലഘട്ടങ്ങളിലൊക്കെ 2, 3 ഒക്കെ സ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള ഒരു കാറായിരുന്നു സ്വിഫ്റ്റ്. കഴിഞ്ഞ മാസത്തിൽ 8ാം സ്ഥാനമാണ്. ഹാച്ച് ബാക്ക് 17,519 വാഹനങ്ങളുടെ സെയിലായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം 14,135 വാഹനമായിരുന്നു. 24% വർധനവാണ് സ്വിഫ്റ്റിൻ്റെതായിട്ട് വന്നത്. അത് നല്ലൊരു വർധനവായിട്ട് തന്നെയാണ്. കാരണം ഇപ്പോൾ ചെറിയ വാഹനങ്ങൾ വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ റോഡിലെ എത്രമാത്രം കൺജസ്റ്റഡ് ആണെന്ന് അറിയാം, എത്രമാത്രം തിരക്കാണ് നമ്മുടെ റോഡുകളിൽ. അപ്പോൾ ചെറിയ വാഹനങ്ങൾ തീർച്ചയായിട്ടും വലിയൊരു വാഹനമുള്ള ആളുകളാണെങ്കിൽ തന്നെ ചെറിയ വാഹനം സിറ്റി യൂസിനും കുറച്ച് ലോങ് ടൈം യൂസിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ മികച്ചൊരു വാഹനം തന്നെയാണ് നമ്മുടെ മാരുതിയുടെ ആയിട്ടുള്ള സ്വിഫ്റ്റ് വന്നിരിക്കുന്നത്. 7ാം സ്ഥാനത്ത് നമ്മുടെ ഫാമിലിയുടെ പ്രിയപ്പെട്ട വാഗണാറാണ് 7ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇത് 18,076 വാഹനങ്ങൾ കഴിഞ്ഞ മാസം വിറ്റിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണെങ്കിൽ 13,949. കഴിഞ്ഞ വർഷം മെയ്യില് 13,949 വാഹനം, 30% വർധനമാണ് വാഗണാറിൻ്റെതായിട്ട് കഴിഞ്ഞ മാസം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് 6ാം സ്ഥാനത്ത് ഒരു ഓൾറൗണ്ടർ വാഹനമായിട്ടുള്ള ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ആളുകൾ കൂടുതൽ വാങ്ങുന്ന ഒരു വാഹനമാണ്. മാരുതിയുടെ തന്നെയാണ്, ബലീനയാണ്. അതായത് 10ാം സ്ഥാനം തുടങ്ങി 9, 8, 7, 6 ഒക്കെ മാരുതിയുടെ വാഹനം തന്നെയാണ്. അതായത് 6ാം സ്ഥാനത്ത് ബലീനയാണ് 18,396. കഴിഞ്ഞ വർഷം ഈ സമയത്താണെങ്കിൽ 11,618 വാഹനങ്ങൾ മാത്രമാണ് വിൽപ്പന വന്നത്. 58% വർധനമാണ്. അതായത് ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ സെയില് കഴിഞ്ഞ വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം മെയ്യുമായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള ബലീനോ എന്നുള്ള വാഹനമാണ്. 58%. ആലോചിച്ച് നോക്കൂ, ഇരട്ടിയിലധികം വാഹനങ്ങൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ സെയില് നടന്നിട്ടുണ്ട്. ഇനി 5ാം സ്ഥാനത്ത് മാരുതിയുടെ അല്ല, മറ്റേത് ബ്രാൻഡാണ്? ടാറ്റയാണ്. ടാറ്റ നെക്സോൺ ആണ്. പലപ്പോഴും 2, 3 ഒക്കെ ഈ ഒരു സെയിൽ ചാർട്ടിൽ ഇടം പിടിച്ചിട്ടുള്ള നെക്സോൺ ആണ് 5ാം സ്ഥാനത്ത്. 19,100 വാഹനങ്ങളാണ് കഴിഞ്ഞ മെയ് 2026 നെക്സോണിന്റെ ആയിട്ട് വിറ്റത്. അത് EVയും ഡീസലും പെട്രോളും എല്ലാം കൂടിയാണുള്ളത് കേട്ടോ. കഴിഞ്ഞ വർഷമാണെങ്കിലോ 13,996 വാഹനങ്ങൾ മാത്രം. അതായത് ഏകദേശം 46% നല്ലൊരു വർധന തന്നെയാണ് നെക്സോൺ വന്നിട്ടുള്ളത് കഴിഞ്ഞ മാസത്തെ. ഇനി 4ാം സ്ഥാനത്തിലാണെങ്കിലോ പഞ്ചാണ്. പഞ്ച് ടാറ്റയുടെ SUV 20,208 വാഹനങ്ങളാണ്. കഴിഞ്ഞ വർഷം മെയിലാണെങ്കിൽ 13,133 വാഹനങ്ങൾ. അതായത് 54% വർധനവ്. ഈ ഒരു നമ്മൾ സെയിൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബലീന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെയിൽ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് പഞ്ചാണ്. ഇനി ടോപ്പ് 3 ആരൊക്കെയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തായാലും ടാറ്റ ഇല്ല, മഹേന്ദ്ര ഇല്ല, ഇനി ഹ്യുണ്ടായും ഇല്ല. ഹ്യുണ്ടായി ക്രെറ്റയാണല്ലോ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. അപ്പം എന്താണ് ടോപ്പ് 3 എപ്പോഴും മാരുതി തന്നെയാണ് ഇടം പിടിക്കുന്നത്. ഇപ്പോഴും സാധാരണ 2ാം സ്ഥാനത്തൊക്കെ പഞ്ചൊക്കെ വരാറുണ്ട്. ഇപ്രാവശ്യം എന്തായാലും ആദ്യത്തെ 3 സ്ഥാനം നമ്മുടെ മാരുതി സുസുക്കിയെ കൊണ്ടുപോയിരിക്കുകയാണ്. എർട്ടിഗയാണ് 3ാം സ്ഥാനത്ത് 20,350. അതായത് പഞ്ചുമായിട്ട് നോക്കുകയാണെങ്കിൽ 142 വാഹനങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എങ്കിലും കഴിഞ്ഞ വർഷമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ 16,140 വാഹനങ്ങളാണ് കഴിഞ്ഞ വർഷം വിറ്റത്.
26% വർധനമാണ് എർട്ടിഗയുടെ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി രണ്ടാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഫ്രോങ്സ് ആണ്. ഫ്രോങ്സ് ഇപ്പോൾ ഒരു ക്രോസ് ഓവർ, മികച്ചൊരു ക്രോസ് ഓവർ ആണ്. സാധാരണക്കാരൻ ഒരു SUV ക്രോസ് ഓവർ വാങ്ങാൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു വാഹനം തന്നെയാണ് ഫ്രോങ്സും അതുപോലെ പഞ്ച്, നെക്സോണൊക്കെ. ഫ്രോങ്സിന്റെ 20,686 വാഹനമാണ് കഴിഞ്ഞ മാസം വിറ്റത്. കഴിഞ്ഞ വർഷമാണെങ്കിലോ 13,584 വാഹനം, അതായത് 52%. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ബലീനോ പഞ്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെയിൽ വന്നിരിക്കുന്നത് ശതമാന കണക്കിന് ഫ്രോങ്സ് ആണ്. കഴിഞ്ഞ വർഷമായിട്ട് നോക്കുമ്പോൾ 52% വർധനമാണ് വന്നത്. ഇനി ഒന്നാം സ്ഥാനത്ത് ആരാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അത് ഡിസയർ ആണ്. ടാക്സി സെഗ്മെന്റിലും നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും ഫാമിലി യൂസിനും എല്ലാം പറ്റിയ ഒരു ഒത്തിണങ്ങിയ വണ്ടി തന്നെയാണ് ഡിസയർ എന്നുള്ളത്. ഒരു സെഡാന്റെ സെയിൽ ഇത്രത്തോളം മികച്ച് വരണമെങ്കിൽ വേറെ ഒരു സെഡാനും ഈ ഒരു 15-25 ലിസ്റ്റിൽ പോലും ഇല്ല എന്നുള്ളതാണ്. ആദ്യത്തെ 25 ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ പോലും ഒരു സെഡാൻ പോലും ഇല്ല. അതിനകത്ത് ഒന്നാം സ്ഥാനം മാരുതിയുടെ ഡിസയർ ആണ്. 24,546, അതായത് രണ്ടാമത് വന്ന ഫ്രോങ്സുമായിട്ട് 4,000 വാഹനങ്ങളോളം വ്യത്യാസം വന്നിട്ടുണ്ട്. വലിയൊരു മികച്ച മുന്നേറ്റം തന്നെയാണ്. കഴിഞ്ഞ വർഷമാണെങ്കിലോ 18,084 വാഹനങ്ങളുടെ വിറ്റുവരവ് മാത്രമാണ് വന്നത്. 36% വർധനവും വന്നിട്ടുണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഈ കഴിഞ്ഞ മാസം മാരുതിയുടെ ഒരു മാസമായിരുന്നു. ടോപ്പ് 10 3 വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ മാരുതിയുടെ, അല്ലാതെ ബാക്കി എല്ലാം മാരുതിയുടെ വാഹനം തന്നെയാണ് മികച്ച സെയില് കൈവരിച്ചിരിക്കുന്നത്. ഇനി 11ാം സ്ഥാനം ബ്രസയാണ്, 12ാം സ്ഥാനം ഈക്കോയാണ്. 13ാം സ്ഥാനമാണ് വെന്യൂ വന്നിരിക്കുന്നത്. വെന്യൂവിന് 13 സ്ഥാനം, 14ാം സ്ഥാനം വെക്ടോറിസ്, 15ാം സ്ഥാനം താറ്, 16 സെൽട്ടോസ്, 17 ഇന്നോവ, 18ാം സ്ഥാനം ആൾട്ടോയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആൾട്ടോയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും 1, 2, 3 ഒക്കെ സെയിൽ വന്നിരുന്ന ആൾട്ടോയ്ക്ക് കുറെ അടിയിലോട്ട് പോയി. എങ്കിലും ടോപ്പ് 10 നോക്കുകയാണെങ്കിൽ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു 10 ലക്ഷം 12 ലക്ഷത്തിന് ഉള്ളിൽ നിൽക്കുന്ന വാഹനങ്ങളാണ്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ 15 ലക്ഷം ഒക്കെ വരുന്ന വാഹനമാണ്. ഇപ്പോ നെക്സോൺ ഒക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു 10 വരികയാണെങ്കിൽ സ്കോർപിയോ മാത്രമാണ് കുറച്ച് കൂടുതൽ, അതുപോലെ ക്രെറ്റയും ആ ഒരു റേഞ്ച് കുറച്ച് കൂടുതൽ വന്നിരിക്കുന്നത്. സ്കോർപിയോ, ക്രെറ്റ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അവര് ഈ നമ്പർ 9, 10 ഒക്കെയാണ് വരുന്നത്. അവർ കയറി വരുന്നില്ല. 8, 9, 10 ഒക്കെയാണ് വരുന്നത്. ഒരു കാലഘട്ടത്ത് നോക്കുകയാണെങ്കിൽ ക്രെറ്റ വളരെയധികം സെയില് കൈവരിച്ചിരിക്കുന്ന വാഹനമായിരുന്നു. എങ്കിലും മോശമല്ല. ക്രെറ്റയുടെ സെയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് 15,253, ഒരു 12 ലക്ഷം 13 ലക്ഷം ബേസ് മോഡലിൽ വരുന്ന വില വരുന്ന ഒരു വാഹനം ഇത്രയും 15,000 ഒക്കെ യൂണിറ്റ് വിൽക്കുക എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മെച്ചം തന്നെയാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ വന്നൊന്ന് കമന്റ് ചെയ്യാം, ഒരു ലൈക്ക് ചെയ്യുക, നമ്മുടെ ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.